ജോഗ്രഫി പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കിയിരുന്നു. ഇനി സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും അതുപോലെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്നുമാണ് വിളിക്കുന്നത്. ഭൗതികവും രാസികവും ജൈവികവുമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ, വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ പോലുള്ള ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടു പോകുന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളമാണെന്ത് മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായിട്ട് ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദിയായിട്ട് വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഉത്ഭവസ്ഥാനം കാണിച്ചിട്ടുണ്ട്, പോഷക നദികളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഉപരിഘട്ടത്തിൽ നിന്ന് മധ്യഘട്ടത്തിലേക്ക് വരുന്നു, അതിൽ നിന്ന് കീഴ്ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പം നമ്മളാണെങ്കിൽ നേരത്തെ SCERT പുസ്തകം ഓൾഡ് SCERT നോക്കിയപ്പോൾ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖം എന്നുമാണ് വിളിക്കുന്നത്. അപ്പം നദികൾ ഉത്ഭവിക്കുന്ന ആ പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും കടലിലോ ഏതെങ്കിലും ജലാശയത്തിലോ ആണ് പതിക്കുന്നതെങ്കിൽ അതിനെ നദീമുഖം എന്നുമാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഫലഭൂഷ്ടമായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്കായിട്ട് രൂപപ്പെട്ട അതിവിശാലമായ തടമാണ് ഇത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം എന്ന് പറയുന്നത് 1000 മീറ്റർ മുതൽ ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. ഇനി നമുക്ക് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടിബറ്റൻ പീഠഭൂമി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഈ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് രൂപപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലേ. ഹിമാലയത്തെയാണ് നമ്മൾ മൂന്നായിട്ട് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് വിഭജിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സമതലം കാണാം. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയും കാണാം. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയെ വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് എത്രയാണ്? 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. അപ്പം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ശരാശരി വീതിയാണ് പറഞ്ഞേക്കുന്നത്. വീതിയാണ് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ. നീളം ഏകദേശം 2400 കിലോമീറ്റർ ആണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് ശിവാലിക് പർവ്വത നിരകളും തെക്കായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായിട്ടുള്ള വടക്കൻ അതിരുകളുമാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഇന്ത്യയിൽ മാത്രമായിട്ടാണ് ഈ സമതലത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ. അല്ലാതെ മൊത്തത്തിൽ എത്രയുണ്ട്? 3200 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള മേഖലയായിട്ട്
മാറിയിരിക്കുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി ഇതിനെ പിന്നെയും ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അപ്പം നമ്മളിനി ആ 4 പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം. അപ്പം അവിടെ കളർ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നോക്കാം. രാജസ്ഥാൻ്റെ ആ ഭാഗത്ത് കണ്ടോ, ഓറഞ്ച് കളറിൽ രാജസ്ഥാൻ സമതലം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മജന്ത പോലത്തെ കളറിൽ പഞ്ചാബ് ഹരിയാന തൊട്ടടുത്തായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗംഗാ സമതലം മഞ്ഞ കളറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ബ്രഹ്മപുത്ര കിഴക്കായിട്ട് കണ്ടോ, ആസാമിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം വന്നിട്ടുള്ളത്. അപ്പം നദികളെയും അവിടെ അടയാളപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സവിശേഷതകൾ നോക്കാം. രാജസ്ഥാൻ സമതലം താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്, പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അപ്പം വീതി കൂടുതൽ എവിടെയാണെന്നാണ് പറഞ്ഞത്, പടിഞ്ഞാറ് ഭാഗത്താണ്. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പം എന്തൊക്കെയാണ് രാജസ്ഥാൻ മരുഭൂമി, താർ മരുഭൂമി 2 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി എന്നും, അതുപോലെ പിന്നെ എങ്ങനെയാണ് അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ എന്നും വിളിക്കാം. മരുസ്ഥലി അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ എന്ന് 2ആയിട്ട് തിരിക്കാം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. അപ്പം ഈ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദി ഏതാണ്? ലൂണി നദിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സാംഭാർ, അതുപോലെ ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ ഉപ്പ് തടാകങ്ങളാണ്. സാംബർ, അതുപോലെ ദിദ്വാന, സർഗോൾ. അപ്പോൾ ഇതൊക്കെ ഉപ്പ് തടാകങ്ങളാണ്. ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ പ്രത്യേകതകളാണ് നോക്കുന്നത്. രാജസ്ഥാൻ സമതലത്തിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും അതുപോലെ വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു സമതലമായിട്ട് മാറും. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. കിഴക്കും വടക്ക് കിഴക്കുമായിട്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ സമതലം പറഞ്ഞു. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കായിട്ട് വരുന്ന പഞ്ചാബ് ഹരിയാന സമതലമാണ് ഇപ്പോൾ പറയുന്നത്. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിര് യമുനാ നദിയാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശിലും ഉണ്ട് പഞ്ചാബ് ഹരിയാന സമതലം. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള പഞ്ചാബ് സമതലം മുഖ്യമായിട്ടും സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സിന്ധു നദികളുടെ പോഷക നദികളായിട്ടുള്ള സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് ഈ നദികളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ട് ഉണ്ടായ സമതലമാണിത്. പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നദികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചാബിനെ 5 നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ചിരുന്നു ദോബ് അല്ലേ. അപ്പം ഇനി നമ്മൾ 5 പ്രധാന ദോബുകളുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലത്തെ നമുക്ക് 5 പ്രധാന ദോബുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ദോബ് എന്താണ് എന്നറിഞ്ഞിരിക്കണം. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് ദോബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 പ്രധാന ദോബുകളെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. കോളത്തിലുണ്ട്
ബിസ്ത്, ജലന്ധർ, ദോബ് ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ്? ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബാണ്. എന്താണ്? ബിസ്ത്, ജലന്ധർ, ദോബ് ഏതൊക്കെ നദികൾക്കിടയിലുള്ളതാണ്? ബിയാസ്, സത്ലജ് ഈ നദികൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി ബാരി ദോബ്. ബാരി ദോബ് എന്താണ്? ബിയാസ്, രവി. അപ്പം ബാ എന്നുള്ളത് ബിയാസിൻ്റേതും രി എന്നുള്ളത് എന്താണ്? രവിയുടേന്ന് ഓർത്താൽ മതി. എന്താണ്? ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി രച്ന ദോബ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. രച്ന ദോബ് രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനകത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചാജ് ദോബ്. ചാജ് ദോബ് എന്താണ്? ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സിന്ധ് സാഗർ ദോബ് എന്താണ്? ചലം, ചിനാബ് നദികൾക്കിടയിലും സിന്ധു നദികൾക്കിടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? ചലം, ചിനാബ് നദികൾക്കും അതുപോലെ സിന്ധു നദിക്കും ഇടയിലായിട്ടാണ് സിന്ധ് സാഗർ ദോബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് പേരിൽ തന്നെ ഉണ്ട്, സിന്ധു നദിക്കും ഇടയിലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സിന്ധ് അതിൽ വരുന്നുണ്ട്. പിന്നെ ചലം, ചിനാബും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസ്ത്, ജലന്ധർ എന്താണ്? സത്ലജും ബിയാസുമാണ്. അപ്പോൾ ബാ വരുന്നതൊക്കെ ബിയാസ് ഉണ്ട് എന്ന് ഓർത്തോണം. രച്ന ദോബ് എന്താണ്? രവി, ചിനാബ് നദികൾക്ക് ഇടയിലാണ്. ഇനി ഗംഗാ സമതലം ഉപവിഭാഗങ്ങളുണ്ട്. എന്താണ്? ഗംഗാ സമതലത്തെ നമുക്ക് ഉപവിഭാഗങ്ങളായിട്ട് 3ആയിട്ട് തരംതിരിക്കാം. കീഴ് ഗംഗാ സമതലമുണ്ട്, മധ്യ ഗംഗാ സമതലമുണ്ട്, ഉപരി ഗംഗാ സമതലമുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചാബ്, ഹരിയാന സമതലം കഴിഞ്ഞു. ഇനി ഗംഗാ സമതലമാണ് നോക്കുന്നത്. ഗംഗാ സമതലം നമ്മൾ മാപ്പ് കണ്ടു. എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്, ഹരിയാന സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടപ്പുണ്ട്. ഏകദേശം ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളിലാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലായിട്ടും വ്യാപിച്ചു കിടപ്പുണ്ട്. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നിട്ടുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ അതിവിശാലമായിട്ടുള്ള സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഗംഗാ സമതലമാണ് ഏറ്റവും വിശാലമായ സമതലം ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായിട്ടുള്ള ചരിവ് എന്ന് പറയുന്നത് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമായിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രഹ്മപുത്ര സമതലമാണ്. ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്, ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ്. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അസമിന് കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്ക് അടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന സമതലമാണിത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 60 മുതൽ 70 കിലോമീറ്റർ ആണ്. നീളം എന്ന് പറയുന്നത് 720 ഏകദേശം 720 കിലോമീറ്ററുമാണ്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പട്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും മിതിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ വടക്കായിട്ട് കിഴക്കൻ ഹിമാലയമുണ്ട്. അതുപോലെ ഇതിൻ്റെ കിഴക്കായിട്ട് പട്കായ് നാഗ കുന്നുകൾ, തെക്കായിട്ട് ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മിഗിർ കുന്നുകൾ ഇതൊക്കെ ചേർന്നിട്ട് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ട് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ സമതലത്തിനുള്ളത്. ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളതാണിത്. തീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ചോദിച്ചിട്ടുള്ളതാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തീസ്ത, മാനസ്, ലോഹിത്, ദിബാഗ് എന്നിവയാണ്. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. അപ്പം എക്കൽ വിശറികൾ അവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അതിനാൽ അവ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. ഇപ്പം ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളിലായിട്ട് പിരിയുന്നുണ്ട്.
ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും പിന്നീട് അവ ഓസ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓസ്ബോ തടാകങ്ങൾ എന്താണ് എന്നാണ് അടുത്തത് നോക്കുന്നത്. മിയാൻഡറുകളും ഓസ്ബോ തടാകങ്ങളും. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ അല്ലെങ്കിൽ നേരിയ ചരിവുള്ളതോ ആയിട്ടുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അതിൻ്റെ ഫലമായിട്ട് നദി എങ്ങനെ ഒഴുകും? വളഞ്ഞു പുളഞ്ഞൊഴുകും. അപ്പോൾ അങ്ങനെ ഒഴുകുമ്പോൾ എന്താണ്? അവിടെ വലയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ വലയങ്ങളെ എന്താണ്? മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തുടർച്ചയായ അപരദന പ്രക്രിയ, നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം എന്താണ്? ഒരു തടാകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നദിയിൽ നിന്ന് എന്താണ്? ആ ഒരു ഭാഗം എന്താണ്? വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള തടാകങ്ങളെയാണ് നമ്മൾ ഓസ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പ്രളയ സമതലങ്ങൾ എന്താണ് എന്ന് നോക്കാം. പ്രളയ സമയത്ത് നദികൾ കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ടിട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. എങ്ങനെ? ഇരു കരകളിലായിട്ട്. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളെ നമ്മൾ പ്രളയ സമതലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. അപ്പോൾ നമ്മളിനി നോക്കുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ, ഈ മൂന്നെണ്ണത്തിൻ്റെ സവിശേഷതകളാണ് ഇനി പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഭാബറിൻ്റെ സവിശേഷതയാണ്. ശിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്കു ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു ഉത്തരപർവ്വത മേഖലയ്ക്ക് തെക്കായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? ശിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവാലിക്കിന് ശേഷമാണ് എന്ത്? ശിവാലിക് പർവ്വതനിരയ്ക്ക് ശേഷമാണ് ഈ ഉത്തരേന്ത്യൻ സമതലം ആരംഭിക്കുന്നത്. ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലം തുടങ്ങുന്നത് ഭാബറിലാണ്. എന്താണ്? 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഒരു ഇടുങ്ങിയ ഭൂഭാഗത്തെയാണ് നമ്മൾ ഭാബർ എന്ന് വിളിക്കുന്നത്. പർവ്വതഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ ഒരു സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെയാണ് നദികൾ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാബർ എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ്? നദികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് ഭാബർ മേഖലയ്ക്ക് ശേഷം വരുന്നത് എന്താണ്? ശേഷം തുടങ്ങുന്നത് 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളെ ടെറായി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഭാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിലാണ് കിടക്കുന്നത്. ഭാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ എന്താണ്? പുനർജനിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്, ടെറായി മേഖലയിലാണ്. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. അപ്പോൾ ഭാബറിന് ശേഷം ടെറായിക്ക് ശേഷം ടെറായി ചതുപ്പ് നിലങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ നദികൾ ദൃശ്യമാകുന്നു. പിന്നീട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഇതിൻ്റെ തെക്കായിട്ട് കാണപ്പെടുന്നതാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്, എക്കൽ സമതലങ്ങൾ. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? പഴയ എക്കൽ നിക്ഷേപങ്ങളും പുതിയ എക്കൽ നിക്ഷേപങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ പഴയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്നത് ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്നത് ഖാദർ എന്നുമാണ്. PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കോളത്തിൽ പഠിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? നദീജന്യ ദ്വീപുകൾ, അതുപോലെ എന്താണ്? മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ. ഇതൊക്കെ ഈ ഒരു മേഖലയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓസ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. എവിടത്തെയാണ്? എക്കൽ സമതലത്തിൻ്റെ സവിശേഷതയാണ്.
അപ്പം നമുക്ക് എന്താണ് മണൽ വരമ്പുകൾ എന്താണ് എന്ന് നോക്കാം. ആ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളെയാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്മൾ പഠിച്ച ഭാബർ, അതുപോലെ എക്കൽ സമതലങ്ങൾ, ടെറായ് ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാലയം കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഭാബർ കണ്ട ഉരുളൻ കല്ലുകൾ, അതിനുശേഷം ടെറായി ചതുപ്പ് നിലം വരുന്നു. അതിനുശേഷം വരുന്നതാണ് എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങളിൽ എന്താണ്, പുതിയ എക്കൽ മണ്ണുമുണ്ട്, പഴയ എക്കൽ മണ്ണുമുണ്ട്. പുതിയ എക്കൽ മണ്ണാണ് ഖാദർ, ഭങ്കർ എന്താണ്, പഴയ എക്കൽ മണ്ണാണ്. അപ്പം എക്കൽ സമതലത്തിൻ്റെ സവിശേഷതയാണ് മണൽ വരമ്പുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കി. ഇനി ഡെൽറ്റകൾ എന്താണ് എന്ന് നോക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏകദേശം ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ത്രികോണ ആകൃതിയിലുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് അക്ഷരമാലയിലുള്ള ഡെൽറ്റ, ഗ്രീക്ക് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ആ അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ ഒരു പേര് വന്നത്. നമ്മൾ ഇതുവരെ നോക്കിയത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാലാവസ്ഥയാണ്. ആദ്യം ശൈത്യകാലം നോക്കാം. ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയായിട്ടാണ് ശൈത്യകാലം എത്തുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത് നവംബർ മാസത്തിലാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഈ ഒരു കാലയളവിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യം കൂടുതലായിട്ട്, അതിശൈത്യം അനുഭവപ്പെടുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് ഇനി നോക്കുന്നത്. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. അതുപോലെ ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട്. പശ്ചിമ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവും ഇതിന് കാരണമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ അതിശൈത്യത്തിന് കാരണമാണ്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുമുണ്ട്. ഇനി ഇവിടുത്തെ ഉഷ്ണകാലം. മാർച്ച് മാസത്തോടെയാണ് ഇവിടുത്തെ ഉഷ്ണകാലം ആരംഭിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമായിട്ടാണ് അനുഭവപ്പെടുക. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുമുണ്ട്. അപ്പോൾ ഇതിനെ ലൂ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാറ്റുകളെ ലൂ എന്നാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ലൂ എന്നാണ്. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമാകുന്നതിനാൽ അതികഠിനമായിട്ടുള്ള വേനൽച്ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. ഇനി നോക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഗണ്യമായിട്ട് ഉയരുന്നു എന്ന് പറഞ്ഞു. തൽഫലമായിട്ട് ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്നേരം ഇവിടെ ചൂട് കൂടുമ്പോൾ ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ന്യൂനമർദ്ദ മേഖല കാരണം തെക്കൻ മൺസൂൺ കാറ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇവിടേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് 2 ശാഖകളായിട്ടാണ്. ഏതൊക്കെ ശാഖകളാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖയും അതുപോലെ അറബിക്കടൽ ശാഖയുമുണ്ട്.
ഈ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു അവിടെ. പിന്നീടുള്ള ശാഖ എന്താണ്? പിന്നീടുള്ള ഉപശാഖ പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായിട്ട് പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും, പഞ്ചാബ് സമതലത്തിൽ വെച്ച് എന്താണ് ഈ 2 ശാഖകളും കൂടിച്ചേരുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ മഴ എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാരത്തിലായിട്ട് മഴ വരുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. അപ്പോൾ ഇവിടുത്തെ മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം നോക്കാം. സൂര്യൻ്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം സൂര്യൻ എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങും. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടാണല്ലോ കാറ്റ് വീശുക. അപ്പം ഇവിടെ ഉച്ചമർദ്ദ മേഖലയാകുമ്പം എങ്ങോട്ട് കാറ്റ് വീശും? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശും. ഈർപ്പരഹിതമായിട്ടുള്ള ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതുകൊണ്ട് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് വിളിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നില വനങ്ങൾ. ഇതിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും. 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലായിട്ടാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുക. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന ശിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ആർദ്ര ഇലപൊഴിയും കാടുകൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന ശിവാലിക് താഴ്വരയിൽ, പിന്നെ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയൊക്കെ ചില ഭാഗങ്ങളിൽ. തേക്ക്, സാൽ, ശിശാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യവർഗ്ഗങ്ങളാണ്. അപ്പം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യവർഗ്ഗങ്ങളാണ് തേക്കും സാലും അതുപോലെ നെല്ലി, ചന്ദനമൊക്കെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്ക്, മറ്റ് വൃക്ഷങ്ങൾ, അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടും. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. വരൾച്ച കാലത്തെ തുടക്കത്തിൽ മരങ്ങൾ പൂർണ്ണമായിട്ടും ഇല പൊഴിക്കുന്നു. തൽഫലമായിട്ട് ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. മഴക്കുറവും കന്നുകാലി മേക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ടാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. ഇവിടെ എന്താണ്? സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ വരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന അതുപോലെ രാജസ്ഥാൻ എന്നിവിടങ്ങളിലുമാണ് ഈ കാടുകൾ കാണപ്പെടുന്നത്. ഇനി ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ബാബുൽ, ബർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ്. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായിട്ട് ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ചതുപ്പ് നില വനങ്ങളാണ്.
ഇതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. സ്വാം ഫോറസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. സുന്ദർബൻ എന്നത് എന്താണ്? പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായിട്ടുള്ള ഡെൽറ്റ പ്രദേശമാണ്. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്നത് റോയൽ ബംഗാൾ ടൈഗറിനെ കാണപ്പെടുന്നത് എവിടെയാണ്? സുന്ദർബനിലാണ്. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അപ്പം സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ എവിടെയാണ് കാണപ്പെടുന്നത്? സുന്ദർബൻ ഡെൽറ്റയിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽ മണ്ണിനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു, ഖാദർ, ഫംഗർ. അപ്പോൾ ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ മണ്ണും ഫംഗർ എന്ന് പറയുന്നത് പഴയതുമാണ് എന്ന് നമ്മൾ പഠിച്ചു. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായിട്ട് കാണപ്പെടും. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. മധ്യഗംഗ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടാറുണ്ട്. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലവണ മണ്ണാണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന ഒരു മണ്ണാണ് ഇത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിൽ ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണമണ്ണായിട്ട് മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണാറുണ്ട്. പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണ് കാണാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായിട്ട് മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ജനജീവിതമാണ് നോക്കുന്നത്. നമ്മൾ ഉത്തരമഹാസമതലത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണാണ്, നിരപ്പാർന്ന ഭൂപ്രകൃതിയാണ്, എപ്പോഴും നീരൊഴുക്കുള്ള നദികളുണ്ട്, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ എന്താണ്? ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയിലേറെയും ഉത്തര മഹാസമതലത്തിലാണ് ഉള്ളത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്ക് ഉള്ളത്. ഇവിടെ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് ഒക്കെയാണ്. ജലസേചനത്തിൻ്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ദാനിപ്പുരയാക്കി മാറ്റിയിട്ടുണ്ട്. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും അതിവിപുലമായിട്ടുള്ള ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. ഇനി ഇന്ത്യയുടെ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ ഓരോ പ്രദേശത്തെയും കാണിച്ചിട്ടുണ്ട്, മണ്ണിനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം ചെമ്മണ്ണും മഞ്ഞമണ്ണും ചെങ്കൽ മണ്ണും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലും അതുപോലെ കിഴക്കൻ സ്റ്റേറ്റ്സിലുമാണ്. അരുണാചൽ പ്രദേശ്, ആസാം, ത്രിപുര, മിസോറാം, മേഘാലയ പോലുള്ള സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇനി വനമണ്ണ് കാണപ്പെടുന്നത് സിക്കിം, ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗം അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ കറുത്ത മണ്ണ് എന്താണ്? ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അപ്പം മാപ്പ് നോക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ
3 വ്യത്യസ്ത കാർഷിക കാലങ്ങളുണ്ട്. അപ്പം ആ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായിട്ട് ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. 3 വ്യത്യസ്ത കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷികകാലമാണ് റാബി. ശൈത്യകാലത്താണ് റാബി. അതുപോലെ റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. നമുക്ക് ഏതൊക്കെ വിളകളാണ് എന്ന് നോക്കാം. ഖാരിഫ് കാർഷികകാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പം ഈ കാലത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ്. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ്. ഉഷ്ണമേഖലാ വിളകളാണ് ഇത്. ഉഷ്ണമേഖലാ വിളകളാണ് നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര ഒക്കെ. ഇനി റാബി വിളകൾ ഏതൊക്കെയാണ്? ഇത് മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്യുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഒക്ടോബറിൽ വിളവിറക്കും, മാർച്ചിലേക്കും എന്താണ് വിളവെടുപ്പുമാണ്. ഇനി സെയ്ദ് ആണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ഏപ്രിലിൽ വിളവിറക്കി ജൂണിൽ അത് വിളവെടുപ്പ് കാലമാണ്. അപ്പം പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് സെയ്ദ് കാർഷിക വിളകൾ എന്ന് പറയുന്നത്. അപ്പം ഈ പാഠഭാഗത്ത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഉത്തരേന്ത്യൻ മഹാസമതലമാണ് പഠിച്ചത്. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.